മന്ത്രി സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ തുടരന്വേഷണം നടത്തുന്നതിൽ സർക്കാരിന് ഒളിച്ചുകളി. ഹൈക്കോടതി നിർദ്ദേശിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. സലീം മാലിക് ചേരുന്നു വീണ്ടും. സലീം, വിവരങ്ങൾ. മന്ത്രി സജി ചെറിയാനെതിരെ ക്രൈംബ്രാഞ്ച് തന്നെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ അന്വേഷണം നടത്തണമെന്ന് ഉത്തരവിട്ടതാണ്. പക്ഷേ ആ ഉത്തരവ് വന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും അതിലൊരു അനക്കവുമില്ല. ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ആരെന്നോ അങ്ങനെ ഒരു ടീമിനെ രൂപീകരിക്കാനോ പോലും സർക്കാർ തയ്യാറായിട്ടില്ല. അതെന്തുകൊണ്ട് എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. അതുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോഴൊന്നും മറുപടിയും ലഭിക്കാത്തൊരു സാഹചര്യമാണുള്ളത്. നേരത്തെ വലിയ രൂക്ഷമായ വിമർശനത്തോടെ ഗുരുതരമായ പരാമർശത്തോടു കൂടിയായിരുന്നു കോടതി ഈ സജി ചെറിയാനെതിരെയുള്ള പോലീസിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു പോലീസ് റിപ്പോർട്ട് തള്ളിയത്. അതിനുശേഷം ആ വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് വിശദമായി അന്വേഷിക്കണമെന്നും അത് വേഗത്തിൽ തന്നെ വളരെ വേഗത്തിൽ അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം ആരംഭിക്കണമെന്നും അറിയിച്ചിരുന്നതുമാണ്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ടും ആ ഹൈക്കോടതി വിധിക്ക് പുല്ലുവിലയാണ് സർക്കാർ കൊടുക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇതിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നേരത്തെ ഈ വിധി വന്ന അതേ ദിവസം തന്നെ പാർട്ടിയും ഒപ്പം തന്നെ സജി ചെറിയാനും ഒക്കെ വ്യക്തമാക്കിയത് അത് വിശദമായി പഠിച്ചതിന് ശേഷം തുടർ പ്രതികരണം എന്നുള്ളതാണ്. അതിന് പിന്നാലെ സർക്കാർ ഇതിൽ അപ്പീൽ പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. മാത്രമല്ല, ആ ദിവസം തന്നെ വേണമെങ്കിൽ ഒരു മൂന്നാം കക്ഷി എന്ന നിലയിൽ സജി ചെറിയാൻ സ്വന്തം നിലയിൽ അപ്പീൽ പോകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. പിന്നീട് അതും വേണ്ടെന്ന് വെച്ചു. അതിന്റെ കാരണം ഈ അപ്പീൽ പോയാൽ ഭരണഘടനയ്ക്കെതിരായ പരാമർശമായതുകൊണ്ട് തന്നെ വീണ്ടും സജി ചെറിയാൻ ഒരു തിരിച്ചടി നേരിടുകയോ ഒരു പരാമർശമെങ്കിലും തിരിച്ചടിയായി നേരിട്ടാൽ അത് വലിയ നിലയിലേക്ക് രാജി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സജി ചെറിയാനെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അപ്പീൽ പോലും പോകേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സജി ചെറിയാൻ എത്തിയത്. പക്ഷേ എന്തുകൊണ്ട് ഈ ടീമിനെ രൂപീകരിക്കുന്നില്ല, ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിനും വ്യക്തതയില്ല. താങ്ക് യു സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.